ദേ വന്നു ദാ പോയി. നമീബിയക്കെതിരെ സഞ്ജുവിന്റെ ഇന്നിംഗ്സ് വെറും 8 ബോളിൽ അവസാനിച്ചു. എങ്കിലും മുൻ മത്സരങ്ങളിൽ എന്ന പോലെ ആരാധകരെ നിരാശരാക്കിയില്ല താരം. ഏതാണ്ട് 275 സ്ട്രൈക്ക് റേറ്റിൽ 22 റൺസാണ് സഞ്ജു 8 പന്തിൽ നിന്ന് നേടിയത്. ഒരു സിംഗിൾ പോലും നേടാതെ 3 സിക്സും 1 4ഉം അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. ഗ്രൗണ്ടിൽ അധിക നേരം നിൽക്കാൻ ഇത്തവണയും സഞ്ജു മടി കാണിക്കുകയായിരുന്നു. മോശം ഫോമിൽ കളിച്ചിരുന്ന സഞ്ജു പതിയെയാണ് നമീബിയക്കെതിരെ തുടങ്ങിയത്. ആദ്യ ഓവറിലെ അവസാന പന്തിൽ തകർപ്പനൊരു സിക്സർ നേടി സഞ്ജു ആരാധകരെ ത്രില്ലടിപ്പിച്ചു. മലയാളി താരം ഫോമിലേക്ക് മടങ്ങിയെത്തി എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ഷോട്ട്. തുടർന്ന് രണ്ടാം ഓവറിൽ സഞ്ജുവിന്റെ വെടിക്കെട്ടാണ് ആരാധകർക്ക് കാണാനായത്. മൂന്നാം പന്തിൽ സഞ്ജുവിന് സ്ട്രൈക്ക് ലഭിച്ചപ്പോൾ തകർപ്പൻ സിക്സറോടെ സഞ്ജു കരുത്തുകാട്ടി. നാലാം പന്തും സഞ്ജു സിക്സർ പായിച്ചതോടെ ഗ്യാലറി ആർത്തിരമ്പി. അഞ്ചാം പന്തിൽ ഓഫ് സൈഡിൽ ഗംഭീര ബൗണ്ടറിയും നേടിയതോടെ ഇത് സഞ്ജുവിന്റെ ദിവസമാണെന്ന് പോലും എല്ലാവരും കരുതി. എന്നാൽ ഓവറിലെ അവസാന പന്തിലാണ് സഞ്ജു കെണിയിൽ കുടുങ്ങുന്നത്. നല്ല തുടക്കം കിട്ടിയതിന്റെ ആവേശത്തിൽ അടിക്കാൻ ഉറച്ചു നിന്ന സഞ്ജുവിന് മുന്നിൽ ബൗളർ ബെൻ ഷിക്കാഗോ എറിഞ്ഞത് ഒരു അത്യുഗ്രൻ സ്ലോ ബോൾ. അത്രയും വേഗം കുറഞ്ഞ പന്ത് സഞ്ജു ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്വതസിദ്ധമായ ശൈലിയിൽ ഫ്ലിക്ക് ചെയ്ത സിക്സർ നേടാനായിരുന്നു സഞ്ജു ശ്രമിച്ചത്. എന്നാൽ ടൈമിങ് പിഴച്ചു. ഒടുവിൽ സഞ്ജുവിന്റെ പോരാട്ടം ബൗണ്ടറി ലൈനിന്റെ അരികെ അവസാനിച്ചു. സഞ്ജു നഷ്ടപ്പെടുത്തിയത് സുവർണാവസരമായിരുന്നു യഥാർത്ഥത്തിൽ. ഈ ഒരു പേസിൽ ഒരു 10 പന്ത് കൂടി നേരിട്ടിരുന്നുവെങ്കിൽ അർദ്ധ സെഞ്ചുറി കൂടി കുറിക്കാമായിരുന്നു സഞ്ജുവിന്. അമിതാവേശം തന്നെയായിരുന്നു ഇത്തവണയും സഞ്ജുവിൽ പ്രകടമായിരുന്നത്. അതിവേഗം റൺസ് ഉയർത്തേണ്ടത് ഓപ്പണർ എന്ന നിലയിൽ സഞ്ജുവിന്റെ ഉത്തരവാദിത്തമാണ്. മോശം ഫോമിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഭാവിയിൽ അവസരം നൽകാൻ ടീമിനെ പ്രേരിപ്പിച്ചേനെ. എല്ലാ പന്തുകളും തനിക്ക് അനുകൂലമായേ വരികയുള്ളൂ എന്ന മനോഭാവം തന്നെയാണ് സഞ്ജുവിന് ഇത്തവണയും വിനയായത്. പവർ പ്ലേയിൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ എല്ലാ പന്തുകളെയും ആക്രമിക്കുക എന്നത് മാത്രമാണ് സഞ്ജുവിന്റെ സ്ഥിരം ശൈലി. ഇഷാന്റെ ഗംഭീര പ്രകടനത്തിൽ ഇത്തവണയും സഞ്ജു നിഴലായി എന്ന് വേണമെങ്കിൽ പറയാം. 5 സിക്സും 6 4ഉം സഹിതം 24 പന്തിൽ 61 റൺസ് നേടിയാണ് ഇഷാൻ ഇത്തവണ കരുത്ത് കാട്ടിയിരിക്കുന്നത്. അഭിഷേക് ശർമ്മ തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിന് വഴിമാറി കൊടുക്കേണ്ടി വരുമെന്നും ഇതിലൂടെ വ്യക്തമാണ്. എന്നാൽ ഇഷാനേക്കാൾ കൂടുതൽ റൺസ് എടുത്ത് കയ്യടി നേടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഓപ്പണർ അവസരം സഞ്ജുവിന് ഇനിയും ലഭിക്കുമായിരുന്നു. ഇത്രയും മികച്ച തുടക്കം ലഭിച്ച ശേഷമാണ് സഞ്ജു നിർഭാഗ്യകരമായി പുറത്തായതെന്ന് പറയേണ്ടി വരും. ഇഷാൻ കിഷൻ തന്റെ വിക്കറ്റ് കാത്ത് കളിക്കുകയാണ് ചെയ്തത്. വലിയ ഷോട്ടുകൾ കളിക്കുമ്പോഴും മോശം പന്തുകളെ ബഹുമാനിക്കാൻ ഇഷാൻ തയ്യാറായി. എന്നാൽ ഇത്തരമൊരു നീക്കം സഞ്ജുവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും T20 ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരം അവിസ്മരണീയമാക്കാൻ സഞ്ജുവിന് സാധിച്ചുവെന്ന് നിസ്സംശയം പറയാം. എന്നാൽ തന്റെ കരിയറിൽ വഴിത്തിരിവാകുന്ന തരത്തിലേക്ക് ഈ പ്രകടനം മാറ്റാമായിരുന്നുവെങ്കിലും ദൗർഭാഗ്യവശാൽ അതിന് സാധിക്കാതെ പോയി സഞ്ജുവിന്. കഴിഞ്ഞ മത്സരത്തിലെ പിഴവുകൾ മാറ്റിയാണ് ഇത്തവണ സഞ്ജുവിനെ കാണപ്പെട്ടത്. ബാക്ക് ഫുട്ടിലേക്ക് അധികം ഇറങ്ങാതെ തന്നെ തന്റെ കൈക്കരത്തിനെ മുതലാക്കി ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെയാണ് കണ്ടത്. നമീബിയയുടെ ബോളർമാർ വലിയ നിലവാരമൊന്നും കാട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അർദ്ധ സെഞ്ചുറിയോ എല്ലാം തന്നെ സഞ്ജുവിന് കുറിക്കാമായിരുന്നു. എന്തായാലും ശ്രീശാന്തിന് ശേഷം T20 ലോകകപ്പ് കളിക്കുന്ന ആദ്യത്തെ മലയാളി താരമെന്ന നേട്ടത്തിലെത്താൻ സഞ്ജുവിന് സാധിച്ചു. എങ്കിലും പ്രതീക്ഷിച്ച പ്രകടനം ഉണ്ടായില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം.